പെരിന്തൽമണ്ണ നഗരസഭയുടെ ലൈഫ് ഫ്ളാറ്റ് സമുച്ചയത്തിലെ അനധികൃത താമസക്കാരെ ഒഴിപ്പിക്കും. പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി ലാൽകുമാർ JR പറഞ്ഞു. പരാതിയെ തുടർന്നാണ് നീക്കം. പെരിന്തൽമണ്ണ നഗരസഭയിലെ ഓലിയങ്കരയിലുള്ളത് ലൈഫ് ഭവന പദ്ധതിയിലെ കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ളാറ്റ് സമുച്ചയമാണ്. 34 ബ്ലോക്കുകളിലായി 400 ഫ്ളാറ്റുകൾ ഉണ്ടിവിടെ. എന്നാൽ ഇതുവരെ 198 കുടുംബങ്ങൾക്കാണ് ഫ്ളാറ്റ് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ പലരും അനധികൃതമായി ഫ്ളാറ്റുകളിൽ താമസിക്കുന്നുണ്ടെന്നാണ് വിവരം. ഫ്ളാറ്റുകളിലെ അനധികൃത താമസക്കാരെ കണ്ടെത്താൻ പരിശോധന നടത്തുമെന്നും ഒഴിപ്പിക്കാൻ നടപടിയെടുക്കുമെന്നും നഗരസഭാ സെക്രട്ടറി ലാൽകുമാർ JR പറഞ്ഞു. അവിടെ 400 ഫ്ലാറ്റാണ് ഉള്ളത്. അതിലിപ്പോൾ 198 പേരോളം അവിടെ ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട്. അതിൽ അനധികൃതമായിട്ട് താമസിക്കുന്നവരുണ്ടെന്ന് പരാതി വരുന്നുണ്ട്. അത് പ്രകാരം നമ്മൾ ഇവിടുത്തെ ഒരു ടീമിനെ വെച്ച് ഓരോയിടത്തും പരിശോധിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ അവർ തന്നെ ചിലവർ മേടിച്ചിട്ട് അവർ വാടകയ്ക്ക് കൊടുത്തിട്ട് പോവുകയും അല്ലെങ്കിൽ അവർ കൈമാറ്റം ചെയ്തിട്ടൊക്കെ പോയതായിട്ടൊക്കെ അറിയുന്നുണ്ട്. ആയതുകൊണ്ട് അവരുടെ എല്ലാ ഡോക്യുമെന്റും പരിശോധിച്ച് ഓരോ വീടുകളും പരിശോധിക്കേണ്ടത് ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ഹെൽത്തിലെ ഒരു ഉദ്യോഗസ്ഥന് ചാർജ് കൊടുത്ത് അവരൊരു ടീം ഉണ്ടാക്കി അവർ ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കാലത്താണ് വീടും ഭൂമിയും ഇല്ലാത്തവർക്ക് ഫ്ളാറ്റുകൾ അനുവദിച്ചത്. എന്നാൽ ഇപ്പോൾ രേഖകളും മറ്റും ഇല്ലാത്തവരും അനധികൃതമായി ഫ്ളാറ്റുകളിൽ താമസിക്കുന്നതായും ചില പദ്ധതി ഗുണഭോക്താക്കൾ മറ്റുള്ളവർക്ക് ഫ്ളാറ്റ് വാടകയ്ക്ക് കൊടുത്തതായി പരാതിയുണ്ട്. ഇതെല്ലാം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നഗരസഭാ അധികൃതർ. ഫ്ളാറ്റ് സമുച്ചയത്തിലെ താമസക്കാരുടെ അസോസിയേഷന്റെ യോഗം നഗരസഭാ ചെയർപേഴ്സന്റെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർക്കാൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവിടെ കയറിയതാണ്. നമ്മൾ അത്യാവശ്യം ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഓരോ വീടുകളും പരിശോധിക്കാനായിട്ട് ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് കയറിയപ്പോൾ ഇതൊക്കെ ഒത്തിരി നോക്കിയതാണ്. എങ്കിലും അതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. കാര്യം പലയിടത്തും ചെല്ലുമ്പോഴും ഡോക്യുമെന്റ് ഇല്ല. അവർ പറയുന്നത് നിയമപരമായിട്ട് നമ്മൾ ഇവിടുന്ന് താമസിപ്പിച്ചിട്ടുള്ളതാണെന്നും അവർ ഡോക്യുമെന്റ് ഇവിടുന്ന് ലഭിക്കാത്തത് കൊണ്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചില ആൾക്കാർ ഇവിടെ വരികയും നമ്മളത് പരിശോധിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ആ ഡോക്യുമെന്റ് നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് പേർക്ക് കിട്ടാനുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ അടുത്ത് തന്നെ അവിടുത്തെ ഒരു താമസക്കാരുടെ എല്ലാം ഒരു അസോസിയേഷൻ ഉണ്ട്. അതിന്റെ മീറ്റിംഗ് ഇപ്പോൾ അടുത്ത ആഴ്ച തന്നെ വിളിക്കാനുള്ള പരിപാടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കാനും അവർക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനെല്ലാം വേണ്ടി അവർ അസോസിയേഷനും ഞങ്ങളും എല്ലാം ചെയർപേഴ്സൺ സെക്രട്ടറി എല്ലാം കൂടെ ഒരു മീറ്റിംഗ് നടത്താനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ്. അതിൽ നടത്തി അതോടൊപ്പം തന്നെ ഈ ഒരു പരിശോധന നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നടത്തി ഒരു ക്ലിയർ ചെയ്ത് നമുക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാനും അല്ലാത്തുള്ളവരെ ഒഴിപ്പിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.